സാറിന് നാടകാഭിനയമൊക്കെ നല്ല വശമായിരിക്കും അല്ലേ? എന്ത് തന്മയത്വമായ അഭിനയം! എന്റെ ജീവിതത്തിൽ അടുക്കലാണ് അളയി കിടക്കുന്നത്. ഞാനല്ല കാര്യം തൂങ്ങേണ്ടത്. നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്ത ചേട്ടത്തേട് കൊണ്ട് തള്ളക്കളി കെട്ടും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് എന്നെ പോലുള്ളവരെല്ലാം അത് ബാധിക്കുന്നത്. നോക്കിയടാ രോമ എന്നേക്കുന്നത് കൊള്ളാമല്ലോ. എങ്ങനെയുണ്ട്? പിന്നെ നന്നായിട്ടുണ്ട്. കരഞ്ഞു. ഒരു രക്ഷയുമില്ല. OTT-യിൽ എത്തിയതോടെ സൈബറിടത്താകെ ചർച്ച പൊന്മാൻ എന്ന ചിത്രത്തിലെ ബേസിൽ ജോസഫിന്റെ PP അജേഷ് എന്ന കഥാപാത്രമാണ്. സമ്മതിച്ചു പ്രേമ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അടിപൊളിയായി ഇല്ലേ അപ്പച്ചാ? അടിയും പടക്കമൊക്കെ ഉണ്ടായിരുന്നു, പൊളിയാതിരുന്നാ മതി. ഇത് അസൂയ. സ്ഥിരം ക്ലീഷേ കോമഡി അയൽവീട്ടിലെ പയ്യൻ വേഷങ്ങളിൽ നിന്ന് അടിമുടി മാറിയ ബേസിൽ ഒരൊറ്റ ഫ്രെയിമിൽ പോലും ബേസിൽ മാനരസങ്ങളില്ല. ഇപ്പോഴാടാ നീ ഒരു നായകനായത്. സിനിമ മുഴുവൻ PP അജേഷ് മാത്രം. വൈകാരിക രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലുമൊക്കെ താരത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സമചിത്തതോടും ഉള്ളുറപ്പോടും നേരിടുന്ന അജേഷ് എന്ന സാധാരണക്കാരനായി തകർത്താടി ബേസിൽ. ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കയറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അജേഷ് PP അജേഷാടാ അജേഷ്. പ്രത്യേകിച്ച് ബേസിൽ ജോസഫിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഒരു ഉടായിപ്പിന്റെ മണം അടിക്കുന്നില്ലേ? വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഈസിയാണ്. ബേസിൽ ജോസഫിന് എപ്പോഴും ഉള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, ആ ഗ്യാരണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിനുള്ള വകുപ്പ് കഥയ്ക്കകത്തില്ല. തുടങ്ങി കുറ്റം പറച്ചില്ല. ഇനി എന്തെങ്കിലും? എനിക്ക് സാധാരണ ബേസിലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്ക് അതിന്റെ അത്രയൊന്നും സത്യത്തിൽ ഈ പടത്തിൽ തോന്നിയില്ല. വേണ്ട, നീ വിശ്വസിക്കണ്ട. അല്ല പിന്നെ ഇത്ര പേർക്ക് പേടിക്കാൻ ഇവന് മാത്രം പേടിച്ചോ? കഥയിൽ അതില്ലല്ലോ. ചെയ്തു അത്രേ തോന്നിയുള്ളൂ. അതിനുള്ള വകുപ്പുണ്ടോ? അല്ല, അങ്ങനെ ഭയങ്കരമായി ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഈ പടത്തിലില്ല. എടാ, അവരുടെ മുമ്പിലേ നീ ഇവിടത്തെ ഡാമേജറാ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇതിലെ ഒരു ക്യാരക്ടറിനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥയ്ക്കകത്തില്ല. കഥ അങ്ങനെ ഒരു പ്ലെയിൻ സാധനം ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ചെയ്യാനുള്ള ഒരു ഡീസന്റ് സാധനം അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഒന്ന് എണീറ്റ് പോടാ അവിടുന്ന്. ഒരു ചായ വാങ്ങി മോന്തി വൈകുന്നേരം വരെ കരക്കാരെ കുറ്റം പറഞ്ഞ് ഇരുന്നോളൂ. ഒരു പണിക്കും പോവില്ല.